വീണ്ടും നമുക്ക് ശ്യാമപ്രസാദിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ CPM, അതായത് ജയിച്ചു കയറിയവർ അല്ലെ, ജയിച്ചു കയറിയവർ ഇങ്ങനെ പൊരിഞ്ഞ അടിയിലാണ്. അപ്പോൾ ഈ തോറ്റവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് പരിശോധിക്കണമല്ലോ അല്ലെ, പരിശോധിക്കേണ്ടിയിരിക്കുന്നു. രാഗി, നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. ശ്യാമോട് തന്നെ ചോദിക്കാം. ശ്യാം, വമ്പൻ തോൽവി, ഇവിടെ വിജയിച്ചവരുടെ ആഹ്ലാദ പ്രകടനങ്ങളും നിരാശയും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു മരിച്ച വീടിന് തുല്യമാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനം തന്നെയാണ് ഈ സംസ്ഥാന സമിതിയിൽ ഉണ്ടായത്. നേതൃത്വത്തിന് വിമർശനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പിണറായിക്കും MV ഗോവിന്ദനും കടുത്ത ഭാഷയിൽ തന്നെയാണ് വിമർശനം ഉണ്ടായത്. ധാർഷ്ട്യം മാറ്റണം, ശൈലി മാറ്റണം, അടിമുടി മാറണമെങ്കിലേ രക്ഷയുള്ളൂ എന്ന തരത്തിൽ തന്നെയാണ് വിമർശനം ഉണ്ടായത് അല്ലേ? സുരേഷ് രാഗി, CPM സംസ്ഥാന സമിതി യോഗം 2 ദിവസമായി തുടരുകയാണ്. ഇന്ന് CPM സംസ്ഥാന സമിതി യോഗം അവസാനിക്കും. വൈകിട്ട് 4 മണിയോടുകൂടി തന്നെ പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ കാണും. എന്തായാലും അതിരൂക്ഷ വിമർശനം തന്നെയാണ് സംസ്ഥാന സമിതി യോഗത്തിലും ഉയർന്നു കേട്ടത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ റിപ്പോർട്ട് വിലയിരുത്തുന്ന കാര്യങ്ങളിലേക്ക് കടന്നപ്പോഴായിരുന്നു ഈ അതിരൂക്ഷമായ വിമർശനം ഉയരുകയും ചെയ്തത്. എന്തായാലും ഭരണവിരുദ്ധ വികാരമില്ലെന്നും പ്രധാനമായും സംഘടനാപരമായ നേതൃത്വത്തിനുണ്ടായ വീഴ്ചയാണ് ഇത്തരത്തിൽ തോൽവിയിലേക്ക് എത്തിയതെന്നുമായിരുന്നു പ്രധാനമായും CPM സെക്രട്ടേറിയറ്റിൻ്റെ റിപ്പോർട്ടിൽ പ്രധാനമായും വിലയിരുത്തുകയും ചെയ്തത്. എന്തായാലും അടിമുടി മാറ്റം വരണമെന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യവും. ഒപ്പം തന്നെ പിണറായി വിജയനെതിരെയും രൂക്ഷമായ ഒരു വിമർശനം ഉയർന്നു. പ്രധാനമായും വെള്ളാപ്പള്ളി നടേശനോടുള്ള സമീപനം അത് ന്യൂനപക്ഷങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതിന് പ്രധാനമായ കാരണമായി മാറുകയും ചെയ്തു. ഒപ്പം തന്നെ പ്രധാനമായും മറ്റ് പാർട്ടിയിൽ നിൻ്റെ നയപരമായ ശൈലി അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല. അത് സംബന്ധിച്ചൊരു വീഴ്ച അത് പ്രധാനമാണ്. അത് ജനങ്ങൾ പാർട്ടിയിൽ നിന്നകലാൻ പ്രധാനപ്പെട്ടൊരു കാരണമായി മാറുകയും ചെയ്തു. ഒപ്പം തന്നെ പ്രധാനമായും കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണ്ണയമടക്കം PK ശ്യാമളയുടെ അടക്കമുള്ള സ്ഥാനാർത്ഥി നിർണ്ണയമടക്കം പാർട്ടിക്ക് വലിയ തലവേദനയായി മാറുകയും ചെയ്തു. കനത്ത തിരിച്ചടി തന്നെയാണ് അത് നൽകുകയും ചെയ്തത്. TK ഗോവിന്ദനെ, KK കുഞ്ഞികൃഷ്ണൻ്റെ അടക്കമുള്ള വിമത വിഭാഗത്തിൻ്റെ ശബ്ദം അത് പാർട്ടിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാക്കിയത്. എന്തായാലും അടിമുടി തിരുത്തലാണ് ഇനി വേണ്ടതെന്നുമായിരുന്നു പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. സംസ്ഥാന സമിതി യോഗത്തിൽ ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. എന്തായാലും അതിരൂക്ഷമായ വിമർശനമാണ് സംസ്ഥാന സമിതി യോഗത്തിലും ഉയർന്നത്. ഇന്ന് സംസ്ഥാന സമിതി യോഗം തുടരുക തന്നെ ചെയ്യും. വൈകിട്ട് 4 മണിയോടുകൂടി പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെയും കാണാനാണ് സാധ്യത. ഏതായാലും CPM സംസ്ഥാന സമിതിയിലും അതിരൂക്ഷമായ വിമർശനമാണ്. സംസ്ഥാന സമിതിയല്ല, ബ്രാഞ്ച് കമ്മിറ്റിയിലായി കഴിഞ്ഞാലും, ഏരിയ കമ്മിറ്റിയിലായി കഴിഞ്ഞാലും, ജില്ലാ കമ്മിറ്റിയിലായി കഴിഞ്ഞാലും എല്ലായിടത്തും നേതൃത്വത്തിന്റെ ശൈലി മാറാതെ ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല. 10 വർഷമാണ് ജനങ്ങൾ വിശ്വസിച്ച് കയ്യിൽ കൊടുത്തത്. പക്ഷേ ഒരു നാടിനെ എങ്ങനെയൊക്കെ ഭരിച്ചു കുട്ടിച്ചോറാക്കാം എന്നുള്ളത്, മുടിക്കാം എന്നുള്ളത് പിണറായി സർക്കാർ കാണിച്ചു തന്നു. ഏതായാലും രാഖി